നാട്ടിൽ നിന്ന് യുഎഇയിലേക്ക് വന്നതിന് ശേഷം എനിക്ക് എല്ലാ ഫോട്ടോസും ഭഗവാന്മാരുടെ ഫോട്ടോസും ഞാൻ പൂജിച്ചിരുന്ന ഫോട്ടോസും എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല കേട്ടോ. പക്ഷേ ഇപ്രാവശ്യത്തെ ലീവിന് പോയപ്പോൾ ഞാൻ എല്ലാം കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പൂജ യൂണിറ്റോ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ രീതിയിൽ നമ്മൾ സ്ഥലപരിമിതിക്ക് അനുസരിച്ച് ഒരു ചെറിയൊരു പൂജ യൂണിറ്റുകൾ ചെയ്യുക കേട്ടോ. ആദ്യം ഞാൻ സ്റ്റാൻഡ് വെച്ചു കേട്ടോ. അവിടെ സ്റ്റാൻഡ് വെച്ചതിന് ശേഷം എല്ലാ ഫോട്ടോസും ഞാൻ ആദ്യം തുടച്ചെടുക്കും കേട്ടോ. തുടയ്ക്കുന്ന വെള്ളത്തിൽ കുറച്ച് പനിനീരും കർപ്പൂരവും ഇട്ടാട്ടോ തുടയ്ക്കുന്നത്. ശേഷം ഇവിടെ ആണിയൊന്നും തറയ്ക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഇതേപോലെ ഒട്ടിച്ചിട്ടാട്ടോ വയ്ക്കുന്നത്. അങ്ങനെ എല്ലാ ഫോട്ടോസും നന്നായിട്ട് തുടച്ചതിന് ശേഷം കയ്യിലുള്ള എല്ലാ ഫോട്ടോസും ഞാൻ ഇതേപോലെ വെച്ച് കേട്ടോ. ആദ്യം ശ്രീചക്രമാണ് വെച്ചത്, പിന്നെ ഭഗവാന്റെ മുരുകസ്വാമിയുടേതും ഒരു വലുപ്പം അനുസരിച്ചാട്ടോ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സ്ഥലം എല്ലാം നോക്കിയിട്ടാട്ടോ വെച്ചത്. എനിക്ക് അത്ര സ്ഥലം ഉള്ളതുകൊണ്ട് ആ ഒരു രീതിയിലാട്ടോ വെച്ചത്. അങ്ങനെ എല്ലാ ഫോട്ടോസും ഒക്കെ തൂക്കി. എനിക്ക് പേടിയുണ്ടായിരുന്നു ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുമ്പോൾ വന്ന് വീഴുമെന്ന്. പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. കുറച്ചും കൂടെ വലിയ ഇതാണ് മേടിച്ചത്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ ഇത് ടി വി സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ അത് ടി വി സ്റ്റാൻഡ് മേടിച്ച് വെച്ചുകൊണ്ട് വേറെ ടീപ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനത് ഇതിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് പൂജയ്ക്ക് വേണ്ടി മാത്രം വീട്ടിൽ ഞാൻ പൊടിച്ച മഞ്ഞളാട്ടോ. അപ്പോൾ ആ വീട്ടിൽ പൊടിച്ച മഞ്ഞൾ ഞാനൊരു ടിന്നിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ പൂജ കാര്യത്തിന് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. പൂജ സമയത്ത് എടുക്കുന്ന കാര്യങ്ങളൊന്ന് സെപ്പറേറ്റ് ആക്കി വയ്ക്കുന്നതാണ് നല്ലത്. അടുക്കളയിലിരിക്കുന്നത് ഉപയോഗിക്കരുത് കേട്ടോ. പിന്നെ ഇത് ഞാൻ മീഷോന്ന് മേടിച്ചതാട്ടോ. ഇപ്പോൾ എനിക്ക് ഒരുപാട് സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് വിഗ്രഹങ്ങളും ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ഒരു സ്റ്റാൻഡ് പോലെ ഈ ഒരു സംഭവം മേടിച്ചത്. ഇതിന് റേറ്റ് വരുന്നത് 200 സംതിങ് ആണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ മേടിച്ചത്. അപ്പോൾ അതും നന്നായിട്ട് തുടച്ചെടുത്തു കേട്ടോ. നന്നായിട്ട് ഇതേപോലെ കർപ്പൂരം ആ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് തുടച്ചെടുത്തു. എന്നിട്ട് ഈ ഒരു കുഴച്ച മഞ്ഞൾ ഇതിൽ ഞാൻ 3 പടിയിൽ നന്നായിട്ട് പുരട്ടി കേട്ടോ. അത് കുറച്ച് കട്ടിക്ക് പരത്തി, കാരണം തടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നന്നായി കുറച്ച് കട്ടിക്ക് പരത്തി, കാരണം ഇതിനൊക്കെ ലക്ഷ്മി കടാക്ഷമുള്ളതല്ലോ ഈ മഞ്ഞളൊക്കെ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ആ ഒരു തടിയിൽ തന്നെ ഞാൻ ഈ ഒരു തടിയുടെ മുകളിലാണ് ഞാൻ ലക്ഷ്മി കുബേര ഫോട്ടോസൊക്കെ വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മഞ്ഞളും ഒക്കെ തേച്ചത്. എന്നിട്ട് എല്ലാ പടിയിലും നന്നായിട്ട് മഞ്ഞൾ തേച്ചതിന് ശേഷം 3 പടിയിലും ഇതേപോലെ കുങ്കുമം വെച്ച് പൊട്ടിട്ടു കേട്ടോ. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം കേട്ടോ വെച്ചത് ഞാൻ ഇതേപോലെ ലക്ഷ്മി കുബേര സ്വാമിയുടെ ഒരു ഫോട്ടോ, എനിക്കിതിൽ കുഞ്ഞു ഫോട്ടോ ആയിട്ട് ഉള്ളത്, അതും വെച്ചു. പിന്നെ ഞാൻ കുബേര പോട്ട് ഒരുക്കുന്നതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ പോയി കാണുക കേട്ടോ. പിന്നെ കുബേര വിളക്കുണ്ടല്ലോ, അത് മേടിച്ചു കേട്ടോ. അത് ഞാൻ ഇപ്പോൾ നാട്ടിൽ പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതും വെച്ചു. പിന്നെ എൻ്റെ ആറ്റുകാലമ്മയുടെ ഫോട്ടോയും അതും വെച്ചു. ആറ്റുകാലമ്മയുടെ ഫോട്ടോയുടെ മുമ്പിലാണ് ഞാൻ നിറുകെ ഇടുന്ന സിന്ദൂരം അവിടെ തന്നെ പൂജിച്ച് മേടിച്ചതാണ്. അപ്പോൾ അത് അവിടെ അമ്മയുടെ മുമ്പിൽ തന്നെ ഞാൻ വച്ചിരിക്കും. പിന്നെ എൻ്റെ കണ്ണനെയും കൂടെ ഞാൻ വെച്ചു കേട്ടോ. ആദ്യം കണ്ണനെ വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കണ്ണനെ വയ്ക്കുന്ന സമയത്ത് ബാക്കി ഫോട്ടോസൊന്നും എനിക്ക് വിഘ്നേശ്വരൻ്റെ ഫോട്ടോ മാറിയുന്നുണ്ട്, അതുകൊണ്ടാണ് ആ സൈഡിലോട്ട് വെച്ചത്. പിന്നെ എരിക്കിൻ്റെ ഗണപതിയും ഗോമാതാവിനെ വെച്ചിട്ടുണ്ട് കേട്ടോ. എരിക്കിൻ്റെ ഗണപതി വീട്ടിൽ വെക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതിന് കുറച്ച് അഭിഷേകമായിട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം തടിയാണല്ലോ. അപ്പോൾ അതിന് തുടയ്ക്കുക, അതിനൊക്കെ കുറച്ച് വേറെ തുടയ്ക്കുന്നതും മഞ്ഞൾ തേച്ച് വെക്കുന്നതൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് ഒരു ദിവസം ചെയ്യാം. പിന്നെ ഇതൊരു പണപ്പെട്ടിയാട്ടോ, ഞാൻ ഹൗസ് വാമിന് കയറിയൊരു പണപ്പെട്ടിയാണ്. പിന്നെ ആദ്യമായിട്ട് ഇതൊക്കെ വെച്ച് പൂജ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു കോലം വരയ്ക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കോലം വരയ്ക്കാൻ കറക്റ്റായിട്ട് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഇതേപോലെ സ്റ്റെൻസിൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ആദ്യം ഞാൻ ഇങ്ങനെ ആയിട്ടോ ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇങ്ങനെയല്ല, തിരിച്ച് വെച്ചാണ് കേട്ടോ കോലം ഇടാനായിട്ട്. അപ്പോൾ ഇത് മായ്ച്ചിട്ട് ഞാൻ പിന്നെ തിരിച്ച് വെച്ച് കോലം ഇട്ട കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വന്നു കേട്ടോ. കോല ഇടാൻ അറിഞ്ഞൂടാത്തൊരു ഇതേപോലെ സെൻസിൽ മേടിച്ച് കോല ഇടുക കേട്ടോ. എനിക്ക് പക്ഷേ ഇന്ന് ഇവിടെ പൂ കിട്ടിയില്ല കേട്ടോ. ഇവിടെ പൂ കിട്ടാൻ എനിക്ക് പൂവിൻ്റെ ഷോപ്പൊക്കെ തപ്പി പിടിച്ചെടുത്താണ് ഞാൻ പൂവൊക്കെ മേടിക്കുന്നത്. അങ്ങനെ എനിക്കിവിടെ ഇന്ന് വിളക്ക് എത്തിക്കുന്ന സമയത്ത് ഒരുപാട് സ്ഥലത്ത് പോയി അന്വേഷിച്ചു കേട്ടോ. പിന്നെ എനിക്ക് സ്ഥലങ്ങളൊന്നും അറിഞ്ഞൂടാത്തതുകൊണ്ട് ഒറ്റയ്ക്കൊന്നും ഞാൻ പോയില്ല. അതുകൊണ്ട് പൂവില്ലാതെ ഇന്ന് വിളക്ക് തെളിയിച്ചത്. അങ്ങനെ എല്ലാ ഫോട്ടോസിലും ഞാൻ കുങ്കുമവും ചന്ദനവും കൊണ്ട് പൊട്ടൊക്കെ ഇട്ടതിന് ശേഷം
വിളക്കൊക്കെ തെളിയിച്ചു, 3 വിളക്കും തെളിയിച്ചു. ഒരിക്കലും തീപ്പെട്ടി ഉരച്ച് ഡയറക്റ്റായിട്ട് വിളക്ക് കൊളുത്തരുത്. ഒരു ചിരാതിലോ ഒക്കെ വിളക്ക് തെളിയിച്ചതിന് ശേഷമാണ് എല്ലാ വിളക്കും കൊളുത്താൻ. ഞാൻ ആദ്യം നിലവിളക്ക് കൊളുത്തു, അതിന് ശേഷം ബാക്കി എല്ലാ വിളക്കും കൊളുത്തുന്നത്. പിന്നെ അതേപോലെ ഞാൻ കർപ്പൂരാരതിയും ഒഴിഞ്ഞു കേട്ടോ. കർപ്പൂരാരതി ഒഴിഞ്ഞു. പിന്നെ ധൂപവും കത്തിച്ച് വെക്കും. ധൂപം ഞാൻ മുമ്പ് കപ്സാമ്പ്രാണി കത്തിക്കുന്നത്, പക്ഷേ എനിക്ക് ഇവിടെ കപ്സാമ്പ്രാണി കത്തിക്കാൻ പറ്റില്ല കേട്ടോ, ഇവിടെ അലാറം അടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ചെറിയ ഒരു സാമ്പ്രാണി അതാട്ടോ മേടിക്കുന്നത്. അതിപ്പം വലിയ പുകയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ കത്തിക്കുന്നത് കേട്ടോ. ഇതാണിപ്പോൾ ഞാൻ മേടിച്ച് കത്തിക്കുന്നത്. അതാകുമ്പോൾ ഒരുപാട് പുകയോ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് അലാറം ഒന്നും അടിക്കില്ല കേട്ടോ. അപ്പോൾ ഇതും വയ്ക്കുമ്പോഴേ ഒരു നല്ലൊരു മണമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതും ഞാൻ കർപ്പൂരാരതി എടുത്തതിന് ശേഷം ഈ ധൂപാരതി എടുക്കും കേട്ടോ. ഇത് കത്തിച്ച് വെക്കുമ്പോൾ തന്നെ നമ്മുടെ നല്ലൊരു മണമാണ്. നമ്മളുടെ അമ്പലത്തിലൊക്കെ പോകുന്ന ഒരു മണം ഉണ്ടല്ലോ, ആ ഒരു മണം എപ്പോഴും നമ്മുടെ പൂജാ റൂമാണെങ്കിലും ഇപ്പോഴും നല്ല മണമായിരിക്കണം, ഒരിക്കലും ദുർഗന്ധം വരരുത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ തെളിയിക്കുമ്പോൾ, ഇത് കത്തിച്ച് വെക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു സ്മെല്ലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ എനിക്ക് എൻ്റെ ഒരു സ്ഥലപരിമിതിയൊക്കെ അനുസരിച്ച് ഞാനിതൊരു കുഞ്ഞൊരു പൂജാമുറി സെറ്റ് ചെയ്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇത് നാട്ടിലാണ് പടങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഫോട്ടോസൊക്കെ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പോയപ്പോൾ എനിക്കെല്ലാം കൊണ്ടുവരാൻ പറ്റി. അങ്ങനെ ഞാനെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ. കാരണം എനിക്ക് ഈ വിളക്ക് കത്തിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര കാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. വിശ്വാസമുള്ളവർക്കത് ചെയ്യാം, ഇല്ലാത്തവർ ആരെയും നിർബന്ധിക്കത്തൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതേപോലെ ആയിട്ട് അറേഞ്ച് ചെയ്തത് എൻ്റെ കുഞ്ഞു പൂജാമുറി